നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ മഞ്ചലിൽ ചുമന്ന് ഗോത്രജനത. രോഗിയെ ചുമന്ന് കാടിറങ്ങിയത് ഇടമലക്കുടി നിവാസികൾ. മുൻപും ഇത്തരത്തിൽ രോഗികളെ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളതായി കുടിനിവാസികൾ. കർക്കിടക വാവിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃബലിതർപ്പണം നടന്നു. ബലിതർപ്പണത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതിയുടെ പരിശോധന നടന്നു. തേക്കടിയിലെത്തിയ സമിതി അംഗങ്ങൾ ബോട്ട് മാർഗം മുല്ലപ്പെരിയാർ ഡാമിലെത്തി പരിശോധന നടത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്നു. MDMAയും കഞ്ചാവുമായി യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. പിടിയിലായത് കണ്ണൂർ തലശ്ശേരി സ്വദേശി അരുൺ പവിത്രൻ. മാരക മയക്കുമരുന്നുൾപ്പെടെ പിടികൂടിയത് ഇയാൾ ബന്ധുവീട്ടിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. വിശദമായ വാർത്തകളിലേക്ക്. രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ മഞ്ചലിൽ ചുമന്ന് ഗോത്രജനത. ഇടമലക്കുടി നിവാസികളാണ് രോഗിയെ ചുമന്ന് കാടിറങ്ങിയത്. മുൻപും ഇത്തരത്തിൽ രോഗികളെ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥ ഇവർക്കുണ്ടായിട്ടുണ്ട്. ഇടമലക്കുടി നിവാസികളാണ് രോഗിയെ ചുമന്ന് കാടിറങ്ങിയത്. കമ്പിൽ തുണി കെട്ടി രോഗിയെ അതിൽ കിടത്തിയാണ് ആളുകൾ ചുമന്നത്. ഇടമലക്കുടി ഗൂഡല്ലാർകുടി സ്വദേശിയായ 75 വയസ്സുകാരനായ മാലയപ്പനെ ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു ദുരിതയാത്ര. കുടിനിവാസികളായ നിരവധി പേർ മാറി മാറി ചുമന്ന് മാലയപ്പനെ മാങ്കുളത്തിന് സമീപം ആനക്കുളത്ത് എത്തിക്കുകയായിരുന്നു. തുടർന്ന് അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. കിലോമീറ്ററുകളോളമാണ് രോഗിയെ കുടിനിവാസികൾ ചുമന്നുകൊണ്ട് നടന്നത്. പനിബാധയെ തുടർന്ന് അവശനിലയിലായിരുന്നു മാലയപ്പൻ. ഇതോടെയാണ് ഇദ്ദേഹത്തെ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കുടിനിവാസികൾ തീരുമാനിച്ചത്. ഗൂഡല്ലാർകുടിയിൽ പനിയും മറ്റു പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മുൻപും ഇത്തരത്തിൽ രോഗികളെ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥ കുടിനിവാസികൾക്കുണ്ടായിട്ടുണ്ട്. കർക്കിടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക്. തിരക്ക് നിയന്ത്രിക്കാനും ഗതാഗത നിയന്ത്രണത്തിനുമായി പോലീസിനെ നിയോഗിച്ചിരുന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പിതൃതർപ്പണത്തിന് പേരുകേട്ട നദിയാണ് പെരിയാർ. പെരിയാറിന്റെ തീരത്തുള്ള പുണ്യപുരാതന ശാസ്ത്രക്ഷേത്രമാണ് പുരാതന അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഓരോ വർഷവും ഇവിടെ നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. ഇത്തവണ പെരിയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞു നിന്നതും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമില്ലാതിരുന്നതും ബലിതർപ്പണത്തിനെത്തിയ ഭക്തർക്ക് ഗുണം ചെയ്തു. ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്താൻ യാത്രാ സൗകര്യവും ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിരുന്നു. ഗതാഗത നിയന്ത്രണത്തിനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസിനെയും നിയോഗിച്ചിരുന്നു. തൂക്കുപാലം വഴി ഭക്തരെ നിയന്ത്രിത അളവിലാണ് കടത്തിവിട്ടത്. പുഴയും പരിസരവും ശുചിയായി സൂക്ഷിക്കാൻ കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക മാലിന്യ സംസ്കരണ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ബലിതർപ്പണത്തിന് ശേഷം പുലർച്ചെ മുതൽ ഔഷധക്കഞ്ഞി സേവയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഷാജി കെ എ, സെക്രട്ടറി MS പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി രാജേഷ് VK, മണികണ്ഠൻ PD, സജി ചന്ദ്രൻ, സലി ചന്ദ്രൻ, ദിലീപ് വലിയ വീട്ടിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതിയുടെ പരിശോധന നടന്നു. തേക്കടിയിലെത്തിയ സമിതി അംഗങ്ങൾ ബോട്ട് മാർഗം മുല്ലപ്പെരിയാർ ഡാമിലെത്തി പരിശോധന നടത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്നു. തേക്കടിയിലെത്തിയ സമിതി അംഗങ്ങൾ ബോട്ട് മാർഗം മുല്ലപ്പെരിയാർ ഡാമിലെത്തി പരിശോധന നടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായാണ് 5-അംഗ ഉപസമിതി പരിശോധന നടത്തിയത്. മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ സംഘം പരിശോധിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്നു. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തതായാണ് വിവരം. MDMAയും കഞ്ചാവുമായി യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. കണ്ണൂർ തലശ്ശേരി സ്വദേശി അരുൺ പവിത്രനാണ് പിടിയിലായത്. ഇയാൾ ബന്ധുവീട്ടിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നുൾപ്പെടെ പിടികൂടിയത്. കണ്ണൂർ തലശ്ശേരി സെൻട്രൽ പൊയിലൂർ സ്വദേശി പോയിക്കാന്റെ വിട അരുൺ പവിത്രനാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ മുൻപ്
കണ്ണൂർ ജില്ലയിൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ബന്ധുവീടായ വണ്ടിപ്പെരിയാർ 62 മൈലിലുള്ള വീട്ടിൽ സ്ഥിരമായി ഇയാൾ എത്തുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇയാൾ തലശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാറിലെ ബന്ധുവീട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് ഇയാൾ പിടിയിലായത്. പ്രതിയുടെ പക്കൽ നിന്ന് 3.8 ഗ്രാം MDMA-യും 10 ഗ്രാമിലധികം കഞ്ചാവും 86,000 രൂപയും പോലീസ് കണ്ടെടുത്തു. ഇയാളുടെ ഭാര്യയും MDMA കൈവശം വെച്ചതിന് അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആദിവാസി സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെയുള്ള വനസംരക്ഷണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഊരുണർവ് പരിപാടിയുടെ ഭാഗമായി വള്ളക്കടവ് വഞ്ചിവയലുന്നതി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. EDC-കൾ മികച്ച മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷനിലെ 14 EDC-കളിൽ ആദിവാസി സമൂഹത്തിന്റെ EDC-യാണ് വഞ്ചിവയലിലുള്ളത്. കുരുമുളക് കൃഷി ചെയ്ത് കയറ്റി അയക്കുന്ന വികസിതമായ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി മാതൃകയാണ് വഞ്ചിവയലിന്റെ പ്രത്യേകത. വനാശ്രയത്വം കുറച്ചുകൊണ്ടുവരുന്നതിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇത്തരം അറിവുകളെ സംരക്ഷിച്ചും ക്രോഡീകരിച്ചും ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിനുള്ള സമഗ്ര പദ്ധതി വനംവകുപ്പ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അവരുടെ അറിവ് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യണം, അത് പകർത്തണം. ആ പകർത്തുന്നത് അവരുടെ അടുത്ത തലമുറ, നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാനും വനത്തിന് പുറത്തുള്ളവർ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാണ്. എൻ്റെ കർഷക സുഹൃത്തുക്കളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ 50 വർഷങ്ങൾക്ക് മുമ്പ് ചങ്കൂറ്റം ഒന്ന് മാത്രം ക്യാപിറ്റലായിട്ടുണ്ടായിരുന്നവരാണ് നിങ്ങളുടെ പൂർവികർ. ഈ വനാതിർത്തിയിൽ പോയി വനം പിടിച്ചടക്കി വന്യമൃഗങ്ങളെ നേരിട്ടുകൊണ്ട് കൃഷിയിടം സ്ഥാപിച്ചത് ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമല്ല. ഈ പറഞ്ഞ ആ അറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു, ഇതിനെ നേരിടാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു പശ്ചാത്തലം കൂടെ അവിടെ ഗവൺമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും സംരക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. പ്രൊഫഷണൽ സ്റ്റോറും കമ്മ്യൂണിറ്റി സെന്ററും അങ്കണവാടിയും ഹെൽത്ത് ക്ലിനിക്കും കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണെന്നും പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ട്രക്കിംഗ് തുടങ്ങിയുള്ള വനയാത്രകൾ ആദിവാസി സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ പരിമിതമായി നടപ്പാക്കാനും ആലോചനയുണ്ട്. ഊരുകളിൽ നടക്കാൻ പ്രയാസമുള്ളവർക്ക് വീൽചെയറും മന്ത്രി വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് സുറിയക് തോമസ് MLA, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി പ്രശാന്ത് ഗോപാൽ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വേണ്ടുന്ന വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. ഏകദേശം 2500ഓളം ഭക്തർ ബലിയർപ്പിക്കാനായി ക്ഷേത്രത്തിലെത്തി. അടിമാലിയുടെ സമീപ മേഖലകളിലെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. വ്രതമെടുത്ത് ഈറനണിഞ്ഞ് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച ഭക്തിപുരസരം ഓരോരുത്തരും ബലിയിട്ടു. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത്. അടിമാലി മേഖലയിലെ മുന്നീറ മഹാദേവ ക്ഷേത്രം, 1000 ഏക്കർ കൈവല്യാനന്ദപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മാങ്കടവ് ദേവീക്ഷേത്രം, തോണിപ്പാറ ധർമ്മശാസ്താ ക്ഷേത്രം, ചാറ്റുപാറ ദേവീക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കർക്കിടകവാവിന്റെ പുണ്യപുലരിയിൽ പൂർവികർക്കായി ബലിതർപ്പണം നടത്താൻ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. പുലർച്ചെ 6 മണി മുതൽ ആരംഭിച്ച ചടങ്ങുകളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പങ്കാളികളായി. ഒരേ സമയം 500ഓളം പേർക്ക് ബലിതർപ്പണം നടത്താൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിരുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. തിരക്ക് കണക്കിലെടുത്ത് ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സജ്ജീകരണങ്ങൾ ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിരുന്നു. ഒരേ സമയം 500 പേർക്ക് വീതം ബലിതർപ്പണം നടത്താൻ തക്കവണ്ണം സൗകര്യങ്ങൾ ഒരുക്കി. പൂജാരി സതീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സാബു B. വാവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു വെട്ടുകല്ലുമാക്കൽ, സെക്രട്ടറി KP സജീവ് കണ്ണശ്ശേരിയിൽ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു. ബലിതർപ്പണത്തിന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമാണ് വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര
ശിവക്ഷേത്രം. ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ പിതൃതർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലായിരുന്നു ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവരുടെ സേവനങ്ങളും ഒരുക്കിയിരുന്നു. കർക്കിടക വാവുദിന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചങ്ങനാശ്ശേരി പായിപ്പാട്ട് VA ശശികുമാറിന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങളും പരിസര പ്രദേശങ്ങളും പീരുമേട് MLA അഡ്വക്കേറ്റ് സുരേഖ് തോമസ് സന്ദർശിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് MLA സന്ദർശനം നടത്തിയത്. ചക്കവള്ളം മൃഗാശുപത്രിയോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം നിർദ്ദിഷ്ട സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊളിച്ചിട്ടിരിക്കുന്ന വില്ലേജ് ഓഫീസ്, ചക്കുവള്ളം പ്രൈമറി ഹെൽത്ത് സെന്റർ തുടങ്ങിയ സ്ഥലങ്ങൾ MLA സന്ദർശിച്ചു. ഈ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സാധ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. 3 ഡോക്ടർമാരുടെ പോസ്റ്റ് വേണം. 3 ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു PSC എന്നുള്ള ഒരു അപ്പോയിൻമെൻറ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ കുറവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് കെട്ടിടങ്ങളുടെയും അതുപോലെ തന്നെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയൊക്കെ കുറവ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ അടുത്ത ദിവസം 18-ാം തീയതി ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരനെ ഇടുക്കി ജില്ല സന്ദർശിക്കുകയും ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ പ്രശ്നങ്ങളെ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റം നേടിയെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി, വൈസ് പ്രസിഡന്റ് ബാബു കൊട്ടക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയൻ കുഴിക്കാട്ട്, ജയമോൾ സാബു, ശോഭ PR, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയ്സ് കാവുങ്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും MLAയോടൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവും സാംസ്കാരിക സമ്മേളനവും വിപുലമായി സംഘടിപ്പിക്കുന്നു. പഞ്ചായത്ത്, വിവിധ സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ, ക്ലബ്ബുകൾ, വ്യാപാരി സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. സ്വാതന്ത്ര്യദിനാഘോഷ റാലിയിൽ അണിനിരക്കുന്ന മികച്ച സ്കൂളുകൾ, മികച്ച കുടുംബശ്രീ, മികച്ച സ്വയം സഹായ സംഘം, മികച്ച സ്ഥാപനം, വാഹന അലങ്കാരം, നിശ്ചല ദൃശ്യം എന്നിവയ്ക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകും. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിക്കും. രാവിലെ 9-ന് പഞ്ചായത്ത് അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തൽ, 9:15-ന് മോൺഫോർട്ട് സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വാഹന വിളംബര റാലി അജീഷ് മുകളിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 10-ന് ഹോളി ക്യൂൻസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന സ്വാതന്ത്ര്യദിന റാലി MN ഹരിക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. 11-ന് മോൺഫോർട്ട് സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ്, തുടർന്ന് ദേവമാതാ പടിയിൽ തയ്യാറാക്കി സ്റ്റേജിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയ് അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഈശ്വരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഭംഗിയോടും അടുക്കും ചിട്ടയോടും മോടിയോടും കൂടി നടത്താനാണ് ഈ തവണ തീരുമാനിച്ചിരിക്കുന്നത്. അടിമാലി കഴിഞ്ഞാൽ ലോ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു പഞ്ചായത്താണ് രാജകുമാരി. രാജകുമാരിയുടെ പ്രൗഢി വിളിച്ചോതുന്ന സ്വാതന്ത്ര്യദിനാഘോഷ റാലി നടത്തുന്നു. റാലിയോടൊപ്പം പൊതുസമ്മേളനമുണ്ട്. സ്വാതന്ത്ര്യദിന സന്ദേശം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് M. ഈശ്വരനാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യദിന സന്ദേശം കൊടുക്കുന്നത് പ്രൊഫസർ ഡോക്ടർ സാംസൺ തോമസ്, ഡീൻ ഓഫ് മരിയൻ കോളേജ് കുട്ടിക്കാനം, മോട്ടിവേഷൻ സ്പീക്കറാണ്. അതുപോലെ മുഴുവൻ ജനപ്രതിനിധികളും, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും, അതുപോലെ CDS ADS സംഘങ്ങളും, അതുപോലെ 80ാമത് ദിനത്തോടുകൂടി 80 പേര് ഫ്ലാഗ് പിടിച്ച് മുൻനിരയിൽ നിന്ന് റാലിയെ നയിക്കുന്നതാണ്. കുട്ടിക്കാനം മരീൻ കോളേജ് ഡീൻ ഡോക്ടർ സാംസൺ തോമസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് അംഗം G. ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ കൺവീനർ ബോസ് P. മാത്യു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി I. അബീഷ്, KG സിജു, വിമലാദേവി മോഹനൻ, VV ജോഷി, P. രാജാറാം, നിഷ ജോർജ് തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ M. ഈശ്വരൻ, ബോസ് P. മാത്യു, ഡെയ്സി ജോയി, MN ഹരിക്കുട്ടൻ, റോയി അമ്പഴച്ചാലിൽ, അബീഷ് ഐസക് എന്നിവർ പങ്കെടുത്തു.
വളം കീടനാശിനി വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ അഗ്രി ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. അനധികൃത വളം കീടനാശിനി വ്യാപാരം തടയണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സോജൻ കുര്യാക്കോസ് പ്രസിഡന്റായും സാജൻ ആൻഡ്രൂസ് വൈസ് പ്രസിഡന്റായും മനോജ് മാത്യു സെക്രട്ടറിയായും ജെ മാത്യു, ടിറോഷ് ജോർജ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും അനീഷ് ജോസഫ് ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന അനധികൃത വളം കീടനാശിനി വ്യാപാരം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഗ്രി ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമങ്ങളും വിവിധ ഓൺലൈൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുകയും ഗുണനിലവാരം കുറഞ്ഞതോ വ്യാജമോ ആയ വളം, കീടനാശിനി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. കൃഷിയെക്കുറിച്ച് ആവശ്യമായ അറിവോ അംഗീകാരമോ ഇല്ലാത്ത വ്യക്തികൾ കൺസൾട്ടന്റുമാരായും ഏജന്റുമാരായും പ്രവർത്തിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ കർഷകരിലെത്തിക്കുന്നത് നിയന്ത്രിക്കണം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും സംഘടന പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ജില്ലയിലേക്ക് എത്തുന്ന അനധികൃതവും ഗുണനിലവാരമില്ലാത്തതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിൽ കൃഷിവകുപ്പിന്റെ പരിശോധന ശക്തമാക്കണമെന്നും പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കേരളത്തിലെ വളം കീടനാശിനി വ്യാപാരികളുടെ സംഘടനയായ അഗ്രി ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച വിവരം അറിയിക്കുകയാണ്. സോജൻ കുര്യാക്കോസ് പ്രസിഡന്റായും സാജൻ ആൻഡ്രൂസ് വൈസ് പ്രസിഡന്റായും മനോജ് മാത്യു സെക്രട്ടറിയായും മാത്യു ജെ, ടിറോഷ് ജോർജ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും അനീഷ് ജോസഫ് ട്രഷറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത വളം കീടനാശിനി വ്യാപാരമാണ് ഞങ്ങളുടെ പ്രധാന ആശങ്ക. ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളും വിവിധ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയും ഗുണനിലവാരം കുറഞ്ഞതോ വ്യാജമോ ആയ വളം കീടനാശിനി തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾ നേരിട്ട് കൃഷിക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. കൃഷിയെക്കുറിച്ച് ആവശ്യമായ അറിവോ അംഗീകാരമില്ലാത്ത വ്യക്തികൾ കൺസൾട്ടന്റുമാരായും ഏജന്റുമാരായും ഇത്തരം ഉൽപ്പന്നങ്ങൾ കർഷകരിലോട്ട് നേരിട്ട് എത്തിക്കുന്നതിനും നിയന്ത്രിക്കണം. ഈ വിഷയങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉടുമ്പൻചോല MLA സേനാപതി വേണു സാറിനും മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും സംഘടന പരാതി നൽകിയിട്ടുണ്ട്. കർഷകരിൽ ബോധവൽക്കരണം നടത്തണമെന്നാവശ്യപ്പെട്ട് കാർഡമം റിസർച്ച് സെന്റർ, ഏലം ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിലും സംഘടനയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട്. കർഷകർ അംഗീകൃത ഡീലർമാരിൽ നിന്ന് മാത്രം വളവും കീടനാശിനികളും വാങ്ങണമെന്നും ഓരോ വാങ്ങലിനും കൃത്യമായ ബിൽ ഉറപ്പാക്കണമെന്നും സംഘടന അഭ്യർത്ഥിച്ചു. അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ സോജൻ കുര്യാക്കോസ്, മനോജ് മാത്യു, ജെ മാത്യു, ടിറോഷ് ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ കുഞ്ചിത്തണിയിൽ കലുങ്കുകളിലും ഓടകളിലും ഒഴുകിപ്പോകാതെ തടഞ്ഞു നിന്ന മണ്ണും ചെളിയും യൂത്ത് കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. കുഞ്ചിത്തണി ഫെഡറൽ ബാങ്കിന് താഴ്ഭാഗത്തെ ഓടകളും കലുങ്കുകളുമാണ് യൂത്ത് കെയർ പ്രവർത്തകർ വൃത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുഞ്ചിത്തണ്ണി ടൗണിന് മുകൾ ഭാഗത്തു നിന്നും മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങിയ ചെളിയും മണ്ണുമാണ് പ്രവർത്തകർ നീക്കം ചെയ്തത്. കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് താഴ്വശത്തായി റോഡിനോട് ചേർന്ന ഭാഗത്താണ് ചെളിയും മണ്ണും അടിഞ്ഞിരുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കെയർ പ്രവർത്തകർ ചെളിയും മണ്ണും നീക്കം ചെയ്തത്. ഈ മഴക്കാലത്ത് കുഞ്ചിത്തണ്ണി സിറ്റിയിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണും ചെളിയും അടക്കം നമ്മുടെ ജോൺസൺ ആശുപത്രിയുടെ താഴെയായിട്ടുള്ള കലുങ്കിൽ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വ്യാപാരികൾ നമ്മോട് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് യൂത്ത് കെയർ പ്രവർത്തകർ ഇന്ന് ഈ ഓട ക്ലീൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ചിത്തണ്ണി പാലത്ത് കുഞ്ചിത്തണ്ണി സിറ്റി മോട്ടർ സിറ്റിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമടക്കം ചെളിയടക്കം എല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടുത്തെ ഓടകൾ അടഞ്ഞിരുന്നതിനാൽ ഈ ഭാഗത്ത് റോഡിലൂടെയായിരുന്നു വെള്ളം ഒഴുകിയിരുന്നത്. യൂത്ത് കെയർ പ്രവർത്തകരായ വിഷ്ണു പ്രകാശ്, ഗുണശേഖരൻ, ഡോണി ബേബി, ടോംജോ ജോസഫ്, ഷോബിൻ ബൈജു, ബെൻസൺ ബേബി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. കുമളി വെസ്റ്റേൺ അഗ്രോ ട്രേഡിംഗ് കമ്പനി ഡീലേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. വണ്ടമേട് ചേറ്റുകുഴി വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി IDA പ്രസിഡന്റ് CD ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച കമ്പനിയുടെ 2025-26 വർഷത്തെ ഡീലേഴ്സ് മീറ്റാണ് നടന്നത്. ഏലം, കാർഷിക മേഖലകളിൽ നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഏറെ ജനപ്രിയവും ഗുണമേന്മയുമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഏലം കർഷകരുടെ ഉത്തമമായ വിശ്വാസമാണ് കമ്പനിയെ ഇന്നത്തെ വളർച്ചയിലെത്തിച്ചത്. സഹകരണ മേഖലയിൽ ഉൾപ്പെടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ജനപ്രീതിയും വിശ്വാസവും ആർജിച്ചിട്ടുള്ളതാണെന്ന് കമ്പനി വക്താക്കൾ വ്യക്തമാക്കി. ഡീലേഴ്സ് മീറ്റിന്റെ ഉദ്ഘാടനം IDA പ്രസിഡന്റ് CD ശ്രീകുമാർ നിർവഹിച്ചു. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ റൂട്ട് ഫോർമേഷന് കൊടുക്കാൻ പറ്റുന്ന, ട്രെഞ്ച് ചെയ്ത് കൊടുക്കാനോ പറ്റുന്ന ഒരു സീവീഡിൻ്റെ എക്സ്ട്രാക്റ്റ് എല്ലാം ചേരുന്ന ഒരു കോമ്പിനേഷനായിട്ട് GM+ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കൊടുത്തെടുത്ത് നല്ല റൂട്ട് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കാലങ്ങളായിട്ട് ഇതിൻ്റെ ഒരു
വിൽപ്പനയിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുണമേന്മ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന അവരുടെ അടിസ്ഥാനമായിട്ടുള്ള അവരുടെ മെയിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ജീവൻ പ്ലസ് എന്ന് പറയുന്ന സാധനം. ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചവരെ ഡീലേഴ്സ് മീറ്റിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. കമ്പനി എക്സിക്യൂട്ടീവ് പാർട്ണർ MC ജേക്കബ്, KGB ഗ്രൂപ്പ് ചെയർമാൻ കമല കണ്ണൻ, IDA മുൻ സെക്രട്ടറി സാബൂസ് കറിയ, വൈസ് പ്രസിഡന്റ് സിബി കിഴക്കേമുറി, സെക്രട്ടറി ജോൺസൺ ജോൺ, ട്രഷറർ ജോജി മാത്യു, വർക്കിംഗ് പാർട്ണർ രാജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഈ ഓണക്കാലം സംഗീത സാന്ദ്രമാക്കാൻ അണക്കരയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുമിക്കുന്നു. ഓർമ്മകളിൽ ഒരോണം എന്ന പേരിൽ ഓണനാളുകളിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബത്തിന്റെ അരങ്ങത്ത് അണക്കര ചക്കുവെള്ളം സ്വദേശികളാണ്. ആൽബത്തിന്റെ ക്യാമറ സ്വിച്ച് ഓൺ കർമ്മവും പൂജയും ചക്കുവെള്ളം 6-ാം മൈലിൽ നടന്നു. അണക്കരയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിക്കുന്ന ഓർമ്മകളിൽ ഒരോണം എന്ന പേരിൽ ഓണനാളുകളിൽ പുറത്തിറക്കുന്ന സംഗീത ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പൂജയുമാണ് ചക്കുവെള്ളം 6-ാം മൈലിൽ നടന്നത്. പ്രകൃതിയുടെ പശ്ചാത്തല ഭംഗി ഒപ്പിയെടുക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളിലൂടെയാണ് സംഗീത ആൽബത്തിന്റെ ചിത്രീകരണം. ചക്കുവെള്ളം മേഖലയിലാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. ആൽബത്തിന്റെ ക്യാമറ സ്വിച്ച് ഓൺ കർമ്മം വ്യാപാരി വ്യവസായ ഏകോപന സമിതി 6-ാം മൈൽ യൂണിറ്റ് പ്രസിഡന്റ് റിജി മാത്യു നരിമറ്റത്തിൽ നിർവഹിച്ചു. ഒരു വലിയ കാര്യമാണ്. കുറേ ആളുകളുടെ ഒരു ആത്മാർത്ഥമായ പ്രയത്നത്തിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഇതിൻ്റെ നമ്മൾ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടെങ്കിലും അത് ആസ്വദിക്കാറുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രയത്നം, പ്രത്യേകിച്ച് അതിൻ്റെ സംഗീതം രചിച്ച ആൾ, വരികൾ ചിട്ടപ്പെടുത്തിയ ആൾ, അതിൻ്റെ സംഗീത സംവിധായകൻ, ഒപ്പം ക്യാമറാമാൻ, അങ്ങനെ അനവധി പേരുടെ ഒരു പ്രയത്നമാണ് ഒരു സംഗീതം അത് പുറത്തേക്ക് ഒരു ആൽബമായി രൂപപ്പെട്ടു വരുമ്പോൾ. അപ്പോൾ അതിനുള്ള അണിയറ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അപ്രപാളികളിലേക്ക് വരുന്ന ഒരു അവസരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അനീഷ് മങ്ങാരം നായകനാകുന്ന സംഗീത ആൽബത്തിൽ അഞ്ജന S. നായരാണ് നായികയായി എത്തുന്നത്. ഫ്രണ്ട്സ് മീഡിയ ബാനറിൽ രാജേഷ് കോട്ടപ്പടിയാണ് ആൽബത്തിന്റെ സംവിധാനം. ഈ ഗാനം എഴുതിയത് സലീം കോട്ടപ്പടി എഴുതി സംഗീതം നൽകിയ ആൽബമാണിത്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനീഷ്, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിജി മോൻ, അദ്ദേഹം, പിന്നെ കൊച്ചു കുട്ടികൾ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ നായിക ആയിട്ടൊക്കെ വന്നൊരു കുട്ടിയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ സംരംഭം ഇവിടെ ചെയ്തു തന്ന ഈ വീടിൻ്റെ, ഈ ലൊക്കേഷൻ്റെ വീട്ടിലെ സാറിനും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട്. ഷെട്ടിമണിയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഷൈൻകുമാർ പെരുമ്പാവൂർ, അഞ്ജു അജീഷ് എന്നിവരാണ് ഗായകർ. സുധീർ മൂവാറ്റുപുഴ പ്രൊഡക്ഷൻ കൺട്രോളർ, ഓർക്കസ്ട്ര ജയരാജ് കോതമംഗലം എന്നിവരും ഓർമ്മകളിൽ ഒരോണത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 133, വിൽപ്പനയ്ക്ക് വന്നത് 23,828, വിൽപ്പന നടന്നത് 21,726, കൂടിയ വില 4,131, ശരാശരി വില 3,038. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ, ഏലം കൂടിയ വില 3,100, ഏലം ശരാശരി വില 2,600. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 950, കൊക്കോ 90, റബ്ബർ 265. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,195 രൂപ, വെള്ളി 260. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി,
കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ മഞ്ചലിൽ ചുമന്ന് ഗോത്രജനത. രോഗിയെ ചുമന്ന് കാടിറങ്ങിയത് ഇടമലക്കുടി നിവാസികൾ. മുൻപും ഇത്തരത്തിൽ രോഗികളെ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളതായി കുടിനിവാസികൾ. കർക്കിടക വാവിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃബലി തർപ്പണം നടന്നു. ബലിതർപ്പണത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജന തിരക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതിയുടെ പരിശോധന നടന്നു. തേക്കടിയിലെത്തിയ സമിതി അംഗങ്ങൾ ബോട്ട് മാർഗം മുല്ലപ്പെരിയാർ ഡാമിലെത്തി പരിശോധന നടത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായി സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്നു. MDMAയും കഞ്ചാവുമായി യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. പിടിയിലായത് കണ്ണൂർ തലശ്ശേരി സ്വദേശി അരുൺ പവിത്രൻ. മാരക മയക്കുമരുന്നുൾപ്പെടെ പിടികൂടിയത് ഇയാൾ ബന്ധുവീട്ടിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.